ഹജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിമ്പാറയും പാലുണ്ണിയും കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. സാധാരണ ഈ വണ്ണമുള്ള ശരീരത്താണ് സാധാരണ ഈ പാലുണ്ണിയൊക്കെ വരുന്നത്. ഈ കഴുത്തേൽ ഇങ്ങനെ വരും അല്ലെ, ഇങ്ങനെ നമ്മളെ അരിമ്പാറ ഈ കയ്യിലൊക്കെയാണ്, കൈയുടെ ഇവിടെയൊക്കെയാണ് ഈ അരിമ്പാറകൾ ഉണ്ടാകുന്നത്. കഴുത്തിലൊക്കെ വരുന്നത് പാലുണ്ണിയാണ്. പിന്നെ അരിമ്പാറ വരുന്നവരും ഉണ്ട് കേട്ടോ. എന്തായാലും എല്ലാത്തിനും ഒരു പ്രതിവിധിയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ പോകും. ഈ അരിമ്പാറയൊക്കെ ആണെങ്കിലും പാലുണ്ണി ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നതാണ് നിങ്ങൾക്ക്. അതുപോലെ നമ്മൾ ഇതിനകത്ത് കെമിക്കലൊന്നും ഉപയോഗിച്ച് ചെയ്യുന്നതല്ല, അതുകൊണ്ട് നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും വരില്ല. അപ്പം അത് കുറേ ടിപ്സ്, 3-4 ടിപ്സ് ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അരിമ്പാറ കളയാനാണെങ്കിലും പാലുണ്ണി കളയാനാണെങ്കിലും ഏതെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സ് മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ 5-6 എണ്ണം പറയുമ്പോൾ ഇന്ന് ഒരെണ്ണം ചെയ്തു, നാളെ വേറൊരെണ്ണം ചെയ്തു, അങ്ങനെ ഒരിക്കലും വരാനായിട്ട് പാടില്ല. ഏതെങ്കിലും ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. അതാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത്. പലത് ഒരിക്കലും ചെയ്യരുത്. രണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അരിമ്പാറയാണേലും പാലുണ്ണിയാണേലും. അപ്പം നമുക്ക് ഇതിപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് വളരെ വിഷമം അല്ലേ. ഇതൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. ഇത് എൻ്റെ കഴുത്തിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ചൊറിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കയ്യിൽ തടയുന്നു, ആകെപ്പാടാകെ വൃത്തികേട്. പിന്നെ എല്ലാവരും നാട്ടുകാരുടെ ചോദ്യം, ഇതെന്ത് പറ്റി, ഇതൊന്നും കളയാൻ മരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ്, ഇതെങ്ങനെ നമുക്ക് കളയാം. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. 3-4 ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിമ്പാറ നമ്മുടെ കൈയുടേതാ ഇവിടെയൊക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടത്തില്ല അരിമ്പാറ. ചിലവർക്ക് കഴുത്തിലും ഉണ്ട്. കഴുത്തിലൊക്കെ വരുന്ന ശരിക്കും പാലുണ്ണി എന്നൊക്കെ പറയാം. വണ്ണമുള്ളവരുടെ കഴുത്തിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ചേച്ചിക്ക് വണ്ണം ഉണ്ടായിട്ട് ചേച്ചിയുടെ കഴുത്തിലില്ലല്ലോ എന്ന്. അല്ലെ, ഈ ഇങ്ങനെ ഇടുങ്ങിയിരിക്കുന്ന കഴുത്തൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളവർക്ക് പെടലിയിൽ നിറച്ച് കറുപ്പൊക്കെ ഉള്ളവരില്ലേ. പെടലിയിലെ കറുപ്പ് എങ്ങനെ കളയാം അത് പിന്നെ പറഞ്ഞുതരാം. ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, എങ്കിലും പറഞ്ഞുതരാം. അപ്പം അത് ഇപ്പോൾ കളയാനുള്ള കാര്യം, ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളിയില്ലേ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെളുത്തുള്ളി എന്നൊക്കെ പറയും. അപ്പം ഈ വെളുത്തുള്ളി എടുത്തിട്ട് ഒരു കമ്പിയിലോ വല്ലതും അതിനെ കുത്തിയെടുത്തിട്ട് നമ്മുടെ സ്റ്റൗവിലോട്ട്, അല്ലെങ്കിൽ ചൂടാക്കുക എന്ന് മാത്രമേ, സ്റ്റൗവിലോ അടുപ്പിലോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചൂടാക്കാം. ചൂടാക്കിയതിന് ശേഷം ഈ അരിമ്പാറ അരിമ്പാറ ഇവിടെയാണെങ്കിൽ അതിൻ്റെ മീതയിലൊന്ന് വെക്കാവുന്ന അത്രയും ചൂടിലൊന്ന് വെച്ച് കൊടുക്കുക. മനസ്സിലായല്ലോ? അപ്പം വെച്ച് കൊടുക്കുക. അത് വെച്ച് കൊടുത്ത് പിന്നെ അതിൻ്റെ ചൂട് പോകുമ്പോഴത്തേക്കും വീണ്ടും ആ വെളുത്തുള്ളി ചൂടാക്കിയിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അരിമ്പാറയിൽ മാത്രം വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് വളരെ പെട്ടെന്ന് തന്നെ, ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് പൊഴിഞ്ഞു പോകും അരിമ്പാറ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളി, ഇപ്പം നമ്മളൊക്കെ അത് സഹിക്കും, കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അവർ ഈ ചൂട് സഹിക്കത്തില്ല. അപ്പം എന്താ ചെയ്യുന്നത്, ഇതുപോലെ തന്നെ വെളുത്തുള്ളി ചൂടാക്കുക. വെളുത്തുള്ളിയുടെ ആ ചൂടൊന്ന് ചെറുതായിട്ട് മാറുന്ന ഉടനെ ആ വെളുത്തുള്ളി ഈ അരിമ്പാറയുടെ പുറത്ത് വെച്ചിട്ട് ശരിക്കും ഒന്ന് കെട്ടുക. മനസ്സിലായല്ലോ? വെളുത്തുള്ളി ചൂടാക്കി തണുത്ത് കഴിഞ്ഞതിന് ശേഷം അരിമ്പാറയുടെ മുകളിൽ വെച്ചിട്ട് കെട്ടിയിട്ട് 2 മണിക്കൂർ ആ കെട്ട് അങ്ങനെ ഇരുന്നോട്ടെ. 2 മണിക്കൂറിന് ശേഷം വീണ്ടും ആ വെളുത്തുള്ളി ഒന്ന് ചൂടാക്കിയിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം അരിമ്പാറയുടെ മേളിൽ വെച്ചിട്ട് കെട്ടുക. അങ്ങനെ ചെയ്താലും പെട്ടെന്ന് മാറും. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അരിമ്പാറ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അത് പൊഴിഞ്ഞു പോകും. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ അരിമ്പാറയിൽ നീളമുള്ള മുടി എടുക്കും. നീളമുള്ള മുടി എടുത്തിട്ട് അരിമ്പാറയിൽ ഇങ്ങനെ വലിഞ്ഞ് കെട്ടി വെക്കും. പക്ഷെ അത് പിറ്റേ ദിവസം പൊഴിഞ്ഞു പോകും. അതൊക്കെ നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. രവിചേട്ടൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് അരിമ്പാറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പൊഴിഞ്ഞു പോയി കേട്ടോ. അതും നല്ലൊരു കാര്യം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബോള തൊലിയെല്ലാം കളഞ്ഞെടുത്ത് കഴുകിയിട്ട് മുറിച്ചിട്ട് സബോളയിൽ ഒരു നീരുണ്ടല്ലോ, സബോളയുടെ നീര്, ആ സബോള മുറിച്ചിട്ട് ഉടനെ അത് അരിമ്പാറയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉരസി കൊടുക്കുക. അതും 2 ദിവസത്തിനകം അരിമ്പാറ പൊഴിഞ്ഞു പോകും.
പിന്നത്തെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് നന്നായിട്ട് കൂർപ്പിച്ചെടുക്കുക. അത് ചുണ്ണാമ്പിൽ മുക്കുക. ചുണ്ണാമ്പിൽ മുക്കിയിട്ട് അരിമ്പാറയുള്ളിടത്ത് തേച്ച് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് അരിമ്പാറ കളയാനായിട്ടുള്ള നമ്മുടെ നാച്ചുറലായിട്ടുള്ള ടിപ്പ്. ഇതിൽ ഏറ്റവും നല്ലത് വെളുത്തുള്ളിയുടെയാണ്, മുടിയുടെ നല്ലതായിട്ടോ. അപ്പം അതൊക്കെ നമ്മൾ ചെയ്ത് അനുഭവം കിട്ടിയ കാര്യമാണ്. അപ്പം അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അരിമ്പാറയുള്ളവരൊന്നും ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അരിമ്പാറ നന്നായിട്ട് മാറി കിട്ടും. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ പാലുണ്ണിയാണ്. പാലുണ്ണി കളയാനായിട്ട് നമ്മൾ പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ ഇരട്ടി മധുരം പൊടി കിട്ടും. ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഒന്ന് ചൂടാക്കി വറുത്ത് ശരിക്കും നൈസ് പൊടിയാക്കിയിട്ട് അത് തേനിലോ നമ്മുടെ നെയ്യിലോ നെയ്യിലോ ഏതിലെങ്കിലും അത് മിക്സ് ചെയ്തിട്ട് പാലുണ്ണിയുടെ മെള്ളിൽ തേച്ച് കൊടുക്കുക. ഈ പാലുണ്ണി തനിയെ പൊഴിഞ്ഞു വയ്ക്കുള്ളൂ. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ല ആപ്പിൾ സിഡർ വിനാഗർ. അപ്പം അത് വാങ്ങിച്ചിട്ട് അത് ഒരു കോട്ടൺ തുണിയിൽ മുക്കിയിട്ട് ഈ പാലുണ്ണിയുടെ മേളിൽ ഉരಸಿ വിടുക. ഇല്ലെങ്കിൽ പഞ്ഞിയിൽ ഇത് മുക്കിയിട്ട് പഞ്ഞി അവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു ചെറിയ പ്ലാസ്റ്റർ വല്ലതും അതിൻ്റെ മീതെ ഒട്ടിച്ചു വെക്കുക. പിറ്റേ ദിവസം നിങ്ങളത് എടുക്കുക. പിറ്റേ ദിവസം നിങ്ങളത് എടുക്കുമ്പോഴത്തേക്കും അതുണ്ടല്ലോ പൊഴിഞ്ഞു പോയിരിക്കും. അപ്പം ഇത്രയും ചെറിയ ചെറിയ ടിപ്സുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത് പെട്ടെന്ന് തന്നെ മാറാനായിട്ടുള്ള കാര്യമാണ്. എങ്കിലും സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. അല്ലാണ്ട് വേറെ മരുന്നൊന്നും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ചിലവരുണ്ടല്ലോ വേറെ കാര്യങ്ങളൊക്കെ ഈ അരിമ്പാറയായാലും പാലുണ്ണി ആയാലും പൊഴിഞ്ഞു പോകാനായിട്ട് ഓരോരുത്തരൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആസിഡൊക്കെ കോരി ഒഴിക്കുക ഒക്കെ ചെയ്യാറുണ്ട്. ഇതുപോലെ ആരാണ്ട് എന്നോട് പറഞ്ഞായിരുന്നു ആസിഡ് ഇത് പൊള്ളിയിരിക്കുന്നു. അപ്പോഴാണ് ചോദിച്ചത് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അരിമ്പാറ കളയാനായിട്ട് നോക്കിയതാണ്. അപ്പോൾ ആസിഡ് അരിമ്പാറയുടെ പുറത്തൂടെ അല്ല വീണത്, ഇപ്പുറത്തൊക്കെ വീണ് കൈ ആകെ പൊള്ളി വഷളായി. അതുകൊണ്ട് ആരും അങ്ങനത്തെ ഒന്നും പ്രയത്നത്തിന് ഒരിക്കലും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഇതുപോലത്തെ നാച്ചുറൽ ടിപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വെളുത്തുള്ളി സബോളയും ഇതൊന്നും പേടിക്കേണ്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അരിമ്പാറയും പാലുണ്ണിയും ഉള്ളവരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അരിമ്പാറയും പാലുണ്ണിയും എല്ലാം മാറി നല്ല സുന്ദരികളും സുന്ദരന്മാരുമൊക്കെ ആയിത്തീരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെയില്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.